ഉത്തരേന്ത്യയിലടക്കം രാജ്യത്ത് കാറ്റു മാറി വീശിക്കഴിഞ്ഞുവെന്നാണ് കോൺഗ്രസ് നേതാവും MLA-യുമായ ടി സിദ്ദിഖ് പറയുന്നത്. ഫേസ്ബുക്കിലൂടെയുള്ള നേതാവിന്റെ വിജയപ്രതീക്ഷയൊന്ന് കേട്ടുനോക്കാം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മാത്രം പറഞ്ഞ വിദ്വേഷ വർഗീയ പരാമർശങ്ങൾ, കോൺഗ്രസ് രാമക്ഷേത്രം പൊളിക്കുമെന്ന പ്രസ്താവനകളടക്കം കോൺഗ്രസിനെതിരെ നടത്തിയ പരാമർശങ്ങളാണ്. എന്നിട്ടും രക്ഷയില്ല എന്ന് ബോധ്യമായിട്ടുണ്ട്. ഇപ്പോഴും മോദിക്കും അമിത്ഷായ്ക്കും മനസ്സിലാകാത്തതാണ് ഇന്ത്യ എന്ന മഹാരാജ്യം. എല്ലാം ഗുജറാത്തിലേതുപോലെ എന്ന് വിശ്വസിച്ച് അവർ രണ്ടുപേരും മുന്നോട്ട് പോവുകയാണ്. എന്നാൽ എല്ലാ BJP-ക്കാരും അങ്ങനെയാവാൻ വഴിയില്ല. 2014 അധികാരത്തിൽ വന്നത് വർഗീയത കൊണ്ട് മാത്രമല്ല. അന്നത്തെ UPA സർക്കാരിനെതിരെ വ്യാപകമായി അഴിമതി സർക്കാർ എന്ന ലേബൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് മാധ്യമങ്ങളും കോടതികളും അടക്കം സഹായിച്ചപ്പോൾ ഗുജറാത്തിൽ നടന്ന വികസനം രാജ്യത്ത് നടക്കാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചു കൂടിയാണ്. സംഘപരിവാറിനെ രാജ്യത്ത് വളർത്തിയ അദ്വാനിയും ജോഷിയും അടക്കമുള്ള നേതാക്കളെ പിന്നിലേക്ക് മാറ്റി നിർത്തി രാജ്യവും പാർട്ടിയും മോദിയും അമിത്ഷായും വീതം വെച്ചെടുത്ത് തുടങ്ങിയ അകത്തും പുറത്തുമുള്ള ഭരണം ഇന്ത്യയെ ഗുജറാത്താക്കാൻ ശ്രമിച്ചു. 2019 വീണ്ടും വിജയിച്ചപ്പോൾ ഒരവസരം കൂടി വോട്ടർമാർ കൊടുത്തു. എന്നാൽ ആ വോട്ടെല്ലാം വർഗീയമായ വോട്ടാണെന്ന് പറയാൻ കഴിയില്ല. ഈ മനുഷ്യൻ നമ്മുടെ ജീവിതം സുന്ദരമാക്കുമെന്ന ദരിദ്രരുടെ വിശ്വാസമായിരുന്നു. 15 ലക്ഷം അക്കൗണ്ടിൽ വരുമെന്ന് പ്രതീക്ഷിച്ചവർ, അച്ഛാദിൻ പ്രതീക്ഷിച്ചവർ കണ്ടത് രാജ്യം കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുലയ്ക്കുന്നതാണ്. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ച് എല്ലാം 22 കോടീശ്വരന്മാർക്ക് മാത്രം പതിച്ചു നൽകി. എല്ലാ മേഖലയിലും രാജ്യത്തെ പിന്നിലാക്കി. ഒപ്പം രാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് സമാനമായി വിഭജിക്കാൻ ശ്രമിച്ചു. ഒരു പ്രധാനമന്ത്രി എവിടെയും ഇത്ര അധപ്പതിച്ചിട്ടില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിലെ പ്രസ്താവനകൾ മാത്രം നോക്കിയാൽ മതി. ഇന്ത്യൻ ജനത മറ്റൊരു നേതാവിനെ അന്വേഷിക്കുകയായിരുന്നു. അവരുടെ കൂടെ നിൽക്കുന്ന, ചേർത്ത് നിർത്തുന്ന, അവരെ കേൾക്കുന്ന, പരിഹാരങ്ങൾ കാണുന്ന ഒരു നേതാവിനെ. മൻ കി ബാത്തിന് പകരം ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുന്ന നേതാവിനെ അവർ കാത്തിരിക്കുകയായിരുന്നു. അവർക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി സൂര്യശോഭയുടെ തിളങ്ങിയതോടെ പൊള്ളയായ മോദി എന്ന ബിംബം തകർന്നു കഴിഞ്ഞു. സത്യവും വ്യാജവും ഏതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. 15% മാത്രം വരുന്ന മുസ്ലിമിനെ ചൂണ്ടിക്കാണിച്ച് 80% വരുന്ന പാവം ഹിന്ദു സമൂഹത്തെ ഭീഷണിപ്പെടുത്തലല്ല രാഷ്ട്രീയമെന്ന് ജനങ്ങൾ മോദിയെ ഈ തെരഞ്ഞെടുപ്പിൽ പഠിപ്പിക്കും. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ആരോഗ്യവും ജീവിത നിലവാരവും വിദ്യാഭ്യാസവും ഒക്കെയാണ് ജനങ്ങളുടെ പ്രശ്നം. ആ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന നേതാവിനെ ജനങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഉത്തരേന്ത്യയിലടക്കം രാജ്യത്ത് കാറ്റു മാറി വീശിക്കഴിഞ്ഞു. ഇന്ത്യ മുന്നണി അധികാരം ഉറപ്പിച്ച് മുന്നോട്ടു പോവുകയാണ്. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ജയിലിൽ പോകാൻ ഭയമുള്ളവരുടെ വെപ്രാളമാണ് ഓരോ ദിവസവും മോദിയിൽ നിന്നും അമിത്ഷായിൽ നിന്നും വരുന്ന പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നാം ഒരൊറ്റ ജനത എന്ന നിലയിൽ ഇന്ത്യ വീണ്ടും മുന്നോട്ടു പോകും. ഭിന്നിപ്പിച്ചു ഭരിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരെ ആട്ടിപ്പായിച്ച ഇന്ത്യക്കാർക്ക് എന്തു മോദി? ഗുജറാത്തല്ല ഇന്ത്യ എന്ന് ജൂൺ 4-ന് അവർക്ക് ബോധ്യമാകും. രഹസ്യമായി പല BJP-ക്കാരും അന്ന് ഇന്ത്യൻ ജനതയുടെ വിധിയിൽ കൈയടിക്കും. ഖതം, ഭായ് ഭായ്, ടാറ്റ, ഗുഡ് ബൈ എന്നാണ് നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട എക്സ് പ്ലാറ്റ്ഫോമിൽ രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും ബഹുദൂരം മുന്നിലാണെന്ന് ടി സിദ്ദിഖ് MLA ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. ഇത്തവണ ഉയർന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ചരിത്രത്തിലെ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുമായാണ് കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുന്നത്. വെറും 328 സീറ്റുകളിലാണ് കോൺഗ്രസ് ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 93 സീറ്റുകൾ കുറവ്. ഇക്കുറി എന്ത് വില കൊടുത്തും BJP-യെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നാണ് കോൺഗ്രസ് ആവർത്തിക്കുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിങ്ങനെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പോളിംഗ് ഇടിഞ്ഞത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പോളിംഗ് കുറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നതിന്റെ തെളിവാണെന്നാണ് പ്രതിപക്ഷം ഒരേ സ്വരത്തിൽ പറയുന്നത്. വർഗീയ വിഷയങ്ങൾ BJP ആയുധമാക്കുന്നത് പരാജയഭീതി മൂലമാണെന്നും പ്രതിപക്ഷം തുറന്നടിക്കുന്നുണ്ട്.